ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ മോൾക്ക് എന്താണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നോക്കിയാലോ. പൊട്ടറ്റോ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, ഗരം മസാല ഒക്കെ ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളെടുത്ത് അതിലേക്കൊരു മുട്ട പൊട്ടിച്ച് ഉപ്പിട്ട് കലക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് വെച്ച പൊട്ടറ്റോ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊട്ടുകടലെടുത്ത് അതും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, അതും വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ട് മുട്ടയും കൂടെ ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഇനി നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതും പൊരിച്ചെടുക്കുക. സോയാബീൻ ഉണ്ടെങ്കിൽ അതും പൊരിച്ചിട്ടിടാം കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താ പച്ചക്കറി വെച്ചാൽ അതെല്ലാം ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ നല്ല ഒന്നുകൂടി ടേസ്റ്റ് കൂടുവേ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേ. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച സവാള, ഒരു സവാള ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ സവാളയും കൂടി അതിലേക്ക് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ. ആ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബിരിയാണിൻ്റെ അരിയാണേ, അത് വേവിച്ച് വെച്ച് തണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടി തൂവേ. അങ്ങനെ നമ്മൾ ടേസ്റ്റി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേഗം ഒരു ഫുഡ് കഴിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ഈ ചോറ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. ഇത് നമ്മൾ കഴിക്കുമ്പോൾ അവർ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതിൻ്റെ മണക്കെ കേട്ടാൽ താനെ പോയിക്കോളൂ. പക്ഷെ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറ് മാത്രം മതി കേട്ടോ, കൂട്ടാൻ വേറെ ഒന്നും വേണ്ടേ. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാ പച്ചക്കറി അവരുടെ അകത്തായിക്കോളും, അവരറിയൂല്ല, അവർക്ക് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്തോളും. അങ്ങനെയൊക്കെ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ ഇന്നത്തെ അവളുടെ ലഞ്ച് ബോക്സ്. ഇനി ഞാൻ ഇതിലേക്ക് അവൾക്കൊരു നാരങ്ങച്ചാറും കൂടി കൊടുത്തു വിടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഞാൻ പുതിയ വീഡിയോകളായിട്ട് വരാം. ഓക്കെ, ടാറ്റാ, ബൈ.